So, good evening all. COVID-19 കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗ്രൂപ്പിന് വേണ്ടി ചെയ്യുന്ന ഈ ഫേസ്ബുക്ക് ലൈവിന്റെ ഉദ്ദേശം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിലും ഭാരതത്തിലും ഒക്കെ തന്നെ COVID-19 അതിന്റെ രണ്ടാം തരംഗത്തിന്റെ മൂർധന്യാവസ്ഥയിലെന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ മറ്റ് ചില സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഒരല്പം ആശ്വാസം വരുന്ന രീതിയിലേക്കുമൊക്കെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ COVID-19 ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രിക്കോഷൻസ് സൂക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മൾ കരുതൽ തുടരുക, ലോക്ക്ഡൌൺ തുടരുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒരു കൊല്ലത്തിലേറെയായി. അപ്പൊ സ്വാഭാവികമായും നമുക്ക് ഉണ്ടാകുന്ന ആശങ്ക ഇത് എത്ര നാളിങ്ങനെ നീണ്ടു നിൽക്കാൻ പോകുന്നു എന്നുള്ളത് വളരെയധികം പ്രസക്തമാണ്, ഇമ്പോർട്ടന്റ് ആണ്. എത്ര നാൾ നമുക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും, പുറത്തിറങ്ങാതെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാതെ എത്ര നാളിങ്ങനെ പുറത്തു പോകാൻ കഴിയും, പുറത്ത് പോകാതെ ഇരിക്കാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. അതിലേക്ക് വളരെ ചുരുങ്ങിയ സെന്റൻസുകളിൽ മറുപടി പറയാൻ ശ്രമിക്കാം. പക്ഷെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം COVID-19 ഒരു പാൻഡമിക് ആണ്. കോവിഡിനെ കുറിച്ചുള്ള കൊറോണ എന്നുള്ള പേര് നമ്മളിപ്പോൾ അധികം ഉപയോഗിക്കാറില്ല. COVID-19 എന്നുള്ള ഒരു ഔദ്യോഗികമായ പേര് ലോകാരോഗ്യ സംഘടന നൽകിയ പേരാണ്. ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും അംഗീകരിച്ചിട്ടുള്ളതെന്നൊക്കെ നമുക്കറിയാം. നമുക്ക് എന്താണ് ഇപ്പോഴുള്ള ഒരു സ്ഥിതിവിശേഷം എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ സ്ട്രെസ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്നു. ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഇടയ്ക്കൊക്കെ നമ്മൾ വിട്ടുപോവുകയോ അല്ലെങ്കിൽ പറയാൻ വീണ്ടും ഓർക്കാൻ വിട്ടുപോവുകയോ ഒക്കെ ചെയ്യുന്ന അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. COVID-19 നമുക്കറിയാം, ഇതൊരു പാൻഡമിക് ആണ്. അതായത് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും വ്യാപിച്ചിട്ടുള്ള എല്ലാ ലോക രാജ്യങ്ങളിലും വ്യാപിച്ചിട്ടുള്ള ഒരു അസുഖമാണ്. അങ്ങനെയുള്ളതാണ് പാൻഡമിക് എന്ന് പറയുന്നത്. മുമ്പും ലോകത്തിന്റെ ചരിത്രം നോക്കിയാൽ ഇതുപോലെയുള്ള രോഗങ്ങൾ വളരെയധികം മുമ്പും വളരെ വ്യാപകമായി ബാധിച്ചിട്ടുള്ള പാൻഡമിക്കുകൾ നമുക്കുണ്ട്. സ്പാനിഷ് ഫ്ലൂ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്ട് ഇതിനോടൊപ്പമോ ഇതിനേക്കാൾ ഏറെയൊക്കെ തന്നെ ശക്തമായ രീതിയിൽ നമ്മുടെ ലോകരാഷ്ട്രങ്ങളിലേക്ക് കീഴടക്കിയ ഒരു അസുഖമാണ്. വീണ്ടും ഈ COVID-19 പാൻഡമിക് എല്ലാ രാഷ്ട്രങ്ങളെയും എല്ലാ രാജ്യങ്ങളെയും എല്ലാ ഭൂഖണ്ഡങ്ങളെയും ഒക്കെ ബാധിച്ച് ഇപ്പോഴും അത് തുടരുകയാണ്. നമുക്കറിയാം, ഇത് റെസ്പിറേറ്ററി ട്രാക്റ്റിനെയാണ് പ്രാഥമികമായിട്ട് ബാധിക്കുക. വായുവിലൂടെയാണ് അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റിലൂടെയാണ് ഇത് പകരുക. അവിടെ ചെറിയൊരു സംശയമുള്ളത്, പെട്ടെന്ന് ഇങ്ങനെ ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഉമിനീരിലൂടെ പകരുന്നു, തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളിലേക്ക് പകരുന്നു എന്നുള്ളതായിരുന്നല്ലോ കോൺസെപ്റ്റ്. ഈ അന്തരീക്ഷത്തിലൂടെ പകരുമെന്നുള്ളതിന് എന്താണ് പ്രസക്തി എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്ക് പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത് രണ്ട് രീതിയിലും പകരാം. ഡ്രോപ്ലെറ്റിലൂടെ പകരുന്നത് തന്നെയാണ് പ്രാഥമികമായ, അല്ലെങ്കിൽ നാം സംസാരിക്കുമ്പോൾ ഉമിനീരിൽ നിന്നും പകരുന്നത് തന്നെയാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ അന്തരീക്ഷത്തിലൂടെ അല്ലെങ്കിൽ ഒരു വായു മൂലം പകരുന്ന ഒരു രോഗമാണ്. അങ്ങനെയും ഒരു സാധ്യത ചെറിയ തോതിലുണ്ട്. അത് പലപ്പോഴും നമ്മൾ ചുമയ്ക്കുക, സംസാരിക്കുക, മുദ്രാവാക്യം വിളിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, ഉറച്ച് പാട്ട് പാടുക, ഷൗട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് വൈറസുകളാണ് പുറത്തേക്ക് വരുന്നത്. അത് ഇപ്പോൾ ഒരു സിഗരറ്റിൽ നിന്നോ ഒരു ചന്ദനത്തിരിയിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്ന പുക പോലെ നമ്മുടെ റൂമുകളിലൊക്കെ നിറഞ്ഞു നിൽക്കും. അങ്ങനെയാണ് അന്തരീക്ഷത്തിൽ, അതായത് ഒരു ഡ്രോപ്ലെറ്റിലൂടെ പകരുന്നതോടൊപ്പം തന്നെ നമുക്ക് വായുവിലൂടെ പകരുന്ന ഒരു രോഗമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയും. രണ്ട് രീതിയിലും ഇത് പകരാൻ സാധ്യതയുണ്ട്. എന്താണ് പ്രതിരോധം? എന്താണ് നമ്മൾ ഇതിനെ? അപ്പോൾ നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്നു, അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ചില അവയവങ്ങൾ ഇത് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. മറ്റ് അവയവങ്ങൾ എന്ന് പറയുമ്പോൾ തലച്ചോറിനെ ബാധിക്കാം, മറ്റ് കിഡ്നിയെ ബാധിക്കാം, നമ്മുടെ രക്തക്കൊള്ളികളെ ബാധിക്കാം, രക്തം കട്ടിപിടിക്കുന്ന സ്ഥിതിവിശേഷങ്ങളെ ബാധിക്കും. മിക്കവാറും എല്ലാ സിസ്റ്റത്തെയും ബാധിക്കും. പക്ഷെ പ്രാഥമികമായിട്ടും നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ, ശ്വാസകോശവുമായി ബന്ധപ്പെട്ട അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയും ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയുമാണ് സാധാരണഗതിയിൽ ബാധിക്കുക. എങ്ങനെയാണ് ഇത് വരാതിരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. നമുക്ക് രോഗലക്ഷണങ്ങളെക്കുറിച്ചോ ചികിത്സയെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യുന്നതിന് അർത്ഥമില്ല എന്ന് തോന്നുന്നു. നമുക്ക് പലപ്പോഴും എങ്ങനെ ഇത് വരാതിരിക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. അടിസ്ഥാന തത്വങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. മാസ്ക് ധരിക്കണമെന്നും അകലം പാലിക്കണമെന്നും കൈകൾ ശുദ്ധീകരിക്കണമെന്നും ഒക്കെ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് എല്ലാവരും പറഞ്ഞു നൽകുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാത്ത ഒരൊറ്റ ആൾ പോലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷെങ്കിലും നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുക, അകലം പാലിക്കുക, കൈകൾ കഴുകുക, നമുക്ക്
മാസ്കുകൾ കൃത്യമായിട്ട് ധരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാസ്കുകൾ നമുക്ക് ഞാൻ തന്നെ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് ലൈവ് ചെയ്യുമ്പോൾ പോലും ഞാൻ മാസ്ക് ധരിക്കാതിരിക്കുന്നത് ഈ മുറിയിൽ ഞാൻ മാത്രമുള്ള ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് മാത്രമാണ്. എൻ്റെ അടുത്ത് മറ്റാരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മാസ്ക് ധരിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് മാസ്ക് ധരിക്കുക എന്നുള്ളത് പ്രാധാന്യം അർഹിക്കുന്നു. കൃത്യമായി മാസ്ക് ധരിക്കുക. മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മാസ്ക് എന്തിനാണ് ധരിക്കുന്നത്? വായുയിലൂടെ പകരുന്ന അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റിലൂടെ വരുന്ന കാര്യങ്ങൾ നമ്മുടെ മൂക്കിനുള്ളിലേക്കും വായിലേക്കും പോകാതിരിക്കാനാണ്. അപ്പോൾ അതിനെ കവർ ചെയ്ത് തന്നെ വെക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുകയാണ്. മാസ്കുകൾ നല്ല ശുദ്ധിയുള്ളതായിരിക്കണം എന്നുള്ളത് പ്രാധാന്യമുള്ളതാണ്. N95 പോലെയുള്ള നല്ല ക്വാളിറ്റി മാസ്കുകൾ തന്നെ ആയിരിക്കണം വാങ്ങേണ്ടത്. N95 ധരിക്കുന്നവർക്ക് തുണി മാസ്കുകളാണെങ്കിലും കൃത്യമായി എല്ലാ ദിവസവും കഴുകി ഉപയോഗിക്കണം. സർജിക്കൽ മാസ്ക് ആണെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. N95 മാസ്കുകൾ റീസൈക്കിൾ ചെയ്ത് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ 5ന്റെ സെറ്റ് വാങ്ങി അല്ലെങ്കിൽ 6 എണ്ണത്തിന്റെ സെറ്റ് വാങ്ങിയതിനു ശേഷം 7ാമത്തെ ദിവസം വീണ്ടും അത് പേപ്പർ കവറിൽ ഇട്ട് വെച്ചിരുന്ന മാസ്ക് എടുത്ത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അതായത് N95ന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടും നമുക്ക് തുണി മാസ്കുകൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡബിൾ മാസ്ക് അല്ലെങ്കിൽ 2 മാസ്കുകൾ ഉപയോഗിക്കുന്ന ഒരു രീതി കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മാസ്ക് ധരിക്കുക, അകലം പാലിക്കുക, കൈകൾ കഴുകുക എന്നോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടെ നാം ശ്രദ്ധിക്കണം. നമ്മൾ ഓഫീസുകളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും ക്ലോസ് ചെയ്ത റൂമുകൾ എന്തായാലും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ക്ലോസ് റൂം, എയർ കണ്ടീഷൻ ചെയ്ത റൂമുകൾ, എപ്പോഴും വെന്റിലേറ്റഡ് ആയിട്ടുള്ള റൂമുകളിൽ തന്നെ നാം വർക്ക് ചെയ്യുന്നു എന്നും നാം പോകുന്നു എന്നും നാം ഓഫീസുകളിലാണെങ്കിൽ നാം ഇരിക്കുന്നു എന്നും അവിടെ നിന്നാണ് നാം ജോലി ചെയ്യുന്നു എന്നും നമ്മൾ ഉറപ്പാക്കണം. നല്ല വെന്റിലേഷനുള്ള റൂമുകൾ, നമുക്ക് ജനലുകളൊക്കെ തുറന്നിടാം. ജനലുകളിലേക്കും വാതിലുകളിലേക്കും ഡയറക്റ്റ് ചെയ്യുന്ന എയർ ഫ്ലോ ഉള്ള നല്ല ശക്തിയുള്ള ഫാനുകൾ നമുക്ക് ഉപയോഗിക്കാം. എയർ കണ്ടീഷന് പകരം, അതായത് നമ്മുടെ മുറിക്കകത്തുള്ള അന്തരീക്ഷത്തിലുള്ള കണികകളെല്ലാം പുറത്തു പോകുന്ന രീതിയിലുള്ള ശക്തമായ ഫാനുകൾ, ഫ്ലോറിൽ വയ്ക്കുന്ന ഫാനുകൾ നാം ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളത് പല പഠനങ്ങളിലും തെളിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അകലം പാലിക്കുന്ന രീതിയും കൈകൾ കഴുകുന്ന രീതിയും മുറികൾ ഉപയോഗിക്കേണ്ട രീതിയും വായുസഞ്ചാരമുള്ള മുറികൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതികളൊക്കെ നാം കാത്തു സൂക്ഷിക്കുമ്പോഴും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചികിത്സാ രീതി വാക്സിനേഷൻ തന്നെയാണ്. അപ്പോൾ വാക്സിനേഷൻ ലഭ്യമാകുന്ന മുറയ്ക്ക് വാക്സിനേഷൻ തീർച്ചയായിട്ടും പല രാജ്യങ്ങളിലുമൊക്കെ ചില ദൗർലഭ്യമുണ്ട്. അതങ്ങനെയാണ് എപ്പോഴും. കാനഡ പോലെയുള്ള രാജ്യങ്ങൾ കോടിക്കണക്കിന് അല്ലെങ്കിൽ ആവശ്യമുള്ളതിലേറെ വാക്സിൻ ഉണ്ടാകുമ്പോൾ ചില രാജ്യങ്ങൾക്ക് വാക്സിൻ ലഭ്യമല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊരു വാക്സിൻ ഇനീക്വാലിറ്റി അത് ലോകരാഷ്ട്രങ്ങളിലെ എല്ലാ സ്ഥലങ്ങളിലും ബാധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാരതത്തിലും കേരളത്തിലും ഒക്കെ വാക്സിൻ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. വാക്സിൻ ലഭിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യം. ഗർഭിണികൾക്ക് അല്ലെങ്കിൽ മുലയൂട്ടുന്നവർക്ക് ഒക്കെ തന്നെ വാക്സിന്റെ പഠനങ്ങൾ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കും അത്തരം ആൾക്കാരിലും വാക്സിനേഷൻ എടുക്കാം. ഇപ്പോൾ 18 വയസ്സിന് മുകളിലുള്ളവരിലേക്കാണ് വാക്സിനേഷൻ എത്തുന്നത്. ഒരുപക്ഷെ കൊച്ചുകുട്ടികളിലും അല്ല 18 വയസ്സിന് താഴെയുള്ളവരിലും വാക്സിനേഷന്റെ പ്രോസസ്സ് അല്ലെങ്കിൽ അവർക്കും എടുക്കാവുന്ന ഒരു രീതിയിലേക്ക് നാം തീർച്ചയായിട്ടും എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ബേസിക്കലി ഈ പിന്നെ മറ്റു കാര്യങ്ങളിൽ, അതായത് നമുക്ക് രോഗപ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ ഞാൻ ബേസിക്കലി പറഞ്ഞു. പക്ഷെ അടിസ്ഥാന തത്വങ്ങൾ നാം ആലോചിക്കണം. നമ്മൾ പലപ്പോഴും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ധാരാളം കുറിപ്പടികൾ നാം കാണാറുണ്ടാവുമായിരിക്കും. അതായത് ഇത് രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് പലതരത്തിലുള്ള വൈറ്റമിനുകൾ, അത്ഭുത സിദ്ധിയുള്ള മരുന്നുകൾ, സ്റ്റീം ഇൻഹലേഷൻ, പലതരത്തിലുള്ള ധൂമ കെമിക്കൽ ഒക്കെ പറഞ്ഞ പല കാര്യങ്ങൾ ഫേസ്ബുക്കിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതിനൊക്കെ തീർച്ചയായിട്ടും ഒരു വിലയും കൽപ്പിക്കാതെ തള്ളിക്കളയേണ്ടതായിട്ടുണ്ട്. നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക. എന്താണ് രോഗപ്രതിരോധം? രോഗം വരാതിരിക്കാൻ നാം എന്താ ചെയ്യേണ്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ആരെയും പഠിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. രോഗം പ്രതിരോധിക്കാൻ അത്ഭുത ഗുളികകളോ തുള്ളിമരുന്നുകളോ അത്ഭുത ചികിത്സയോ പൊടിമരുന്നോ അല്ലെങ്കിൽ ഇഞ്ചി ചികിത്സയോ മദ്യം കഴിക്കുന്ന ചികിത്സയോ ആവി പിടിക്കുന്ന ചികിത്സയോ അങ്ങനെ ഒന്നും ലഭ്യമല്ല. നമുക്ക് എല്ലാ രോഗങ്ങൾക്കുള്ള രോഗപ്രതിരോധം വളരെ സിമ്പിളാണ്. നമ്മളെല്ലാ ഡോക്ടർമാരും എല്ലാവർക്കും സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികൾക്ക് മുതൽ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് നമ്മളെപ്പോഴും പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. സമീകൃത ആഹാരം. എന്താണ് സമീകൃത ആഹാരം? കൃത്യസമയത്ത് പോഷക ആഹാരങ്ങൾക്ക് എല്ലാം ഉൾക്കൊള്ളുന്ന ആഹാരം കഴിക്കുക. അത് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അരി ആഹാരവും ധാന്യവർഗ്ഗങ്ങളും ഒരുപാട് കൂടാൻ പാടില്ല. പ്രോട്ടീൻ കൂടുതലുണ്ടാവണം. ഫലവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കൂടുതലുണ്ടാകണം. അതോടൊപ്പം തന്നെ മലക്കറി ആഹാരങ്ങൾ കൂടുതലുണ്ടാകണം. അങ്ങനെ സമീകൃതമായ ആഹാരം കഴിക്കുക. ധാരാളം കാർബോഹൈഡ്രേറ്റോ അല്ലെങ്കിൽ ധാരാളം അരി ആഹാരമോ ധാരാളം മധുരമോ ധാരാളം അങ്ങനെയുള്ള ആഹാര സാധനങ്ങൾക്ക് പകരം വളരെ ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് മത്സ്യം കഴിക്കാം, ചിക്കൻ കഴിക്കാം,
അല്ലെങ്കിൽ മലക്കറി ആഹാരം കഴിക്കുകയാണെങ്കിൽ അത് കൂടുതൽ കഴിക്കാം. അത് കറി വെച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഹാഫ് ബോയിൽഡ് ആയിട്ട് കഴിക്കാം. ഏത് രീതിയിലാണെങ്കിലും ഒരു സമീകൃത ആഹാരമായിരിക്കണം. ധാരാളം വെള്ളം കുടിക്കണം. നമ്മൾ വെള്ളം ഉള്ളിൽ ചെലുതാ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹൈഡ്രേഷൻ. നമ്മുടെ ശരീരത്തിന് വെള്ളം കൃത്യമായിട്ടുണ്ടാകണം ശരീരത്തിനകത്ത്. അത് അപ്പോൾ 8 ഗ്ലാസ് വെള്ളം എന്നൊക്കെ പറയുന്നെങ്കിലും ഒരു 1 to 2 liters ഓഫ് വാട്ടർ മിനിമം, 2 to 3 liters. 2 liters ഓഫ് വാട്ടർ എപ്പോഴും സമ്മർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളിൽ പോയിരിക്കണം. അത് ഒരു മണിക്കൂറിൽ ഒരു ഗ്ലാസ് എന്നുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ 1-2 മണിക്കൂർ ഇടവിട്ട് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഉള്ളിൽ പോകുന്ന രീതിയിൽ കഴിക്കണം. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുക. അപ്പം ആഹാരവും വെള്ളവുമായി. പിന്നെന്താ വേണ്ടത്? ഉറക്കം. 8 മണിക്കൂർ ഉറങ്ങണം. 8 മണിക്കൂർ ഉറങ്ങാതെ രോഗപ്രതിരോധത്തിനായിട്ട് ഒരു അത്ഭുത ഗുളികയും കഴിച്ചിട്ട് ഒരു കാര്യമില്ല. 8 മണിക്കൂറാണ് ഉറങ്ങേണ്ടത്. ഈ ഉറക്കത്തിന് രണ്ട് പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട്. ആ 2 ഘട്ടങ്ങളിലൂടെയും കടന്നു പോയാൽ മാത്രമേ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ തന്നെ റിലാക്സേഷൻ ലഭിക്കുകയുള്ളൂ. മാനസിക ഉല്ലാസം. അടുത്തത് മാനസിക ഉല്ലാസം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിന് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ, ഈ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് നെഗറ്റീവ് വാർത്തകൾ, നമ്മുടെ അടുത്ത ബന്ധുവിന് എന്തെങ്കിലും പറ്റി, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന അസുഖം മൂലം വന്നു, മരിച്ചു, അല്ലെങ്കിൽ നെഗറ്റീവ് വാർത്തകൾ, ഇത് ഇപ്പോഴൊന്നും തീരില്ല, അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് നെഗറ്റീവ് വാർത്തകൾ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതി നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾക്ക് മാറ്റാം. അത് മാറ്റിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാം. നമുക്ക് ഈ അസുഖത്തെക്കുറിച്ചുള്ള A to Z ആയിട്ടുള്ള കാര്യങ്ങൾ, A to Z ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ, ഈ അസുഖം ഇങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്, ഈ അസുഖത്തിന് എന്താണ് രോഗപ്രതിരോധം, ഇതിന് ഇന്ന ചികിത്സയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ കവിഞ്ഞ് ഈ നെഗറ്റീവ് വാർത്തകളുടെ പരമ്പര, ഓക്സിജൻ എങ്ങനെ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുമ്പോൾ അപകടം പറ്റുമോ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ആന്റിബയോട്ടിക് കഴിച്ച അപകടം പറ്റുമോ, ബ്ലാക്ക് ഫംഗസ്, വൈറ്റ് ഫംഗസ്, റെഡ് ഫംഗസ്, യെല്ലോ ഫംഗസ്, പർപ്പിൾ ഫംഗസ് എന്നൊക്കെ പറഞ്ഞ ഫംഗസുകളെ കുറിച്ചിട്ടുള്ള ഭയം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരുമാണ്. അവരത് നോക്കുകയും അതിനനുസരിച്ചുള്ള ചികിത്സ നൽകുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് അകാരണമായി ഭയമുണ്ടാകുന്ന വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നാലും നമുക്ക് മാനസിക ഉല്ലാസം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, നമുക്ക് ഒരു നെഗറ്റീവ് ഫ്രെയിം വർക്കിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കും. അതാണ് നമുക്കത് ഒരിക്കലും പോസിറ്റീവ് അല്ല. നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധമൊക്കെ തന്നെ നമ്മുടെ മാനസിക സന്തോഷവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നെഗറ്റീവ് വാർത്തകൾ മാക്സിമം ഒഴിവാക്കുക. ധാരാളം സിനിമ കാണാം, ബുക്കുകൾ വായിക്കാം, സിനിമകൾ കാണാം, ബുക്കുകൾ വായിക്കാം, സംഗീതം കേൾക്കാം. വീടിനകത്തും പരിസരങ്ങളിലും വ്യായാമം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ വീടിന് മുറിക്കകത്താണെങ്കിൽ പോലും കൃത്യമായി വ്യായാമം ചെയ്യുക. നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും സൂം മീറ്റിങ്ങിലൂടെയാണെങ്കിലും അല്ലാതെയുള്ള മീറ്റിങ്ങിലൂടെയാണെങ്കിലും സംസാരിക്കുക. കുട്ടികളുമായിട്ട് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ശ്രമിക്കുക. നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ട് കാര്യങ്ങൾ പങ്കിടുക. അങ്ങനെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം. പ്രത്യേകിച്ച് കുട്ടികൾ എപ്പോഴും എക്സാമിനേഷനും അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളുമായിട്ട് നിൽക്കുന്ന ഒരു രീതിയിലേക്ക് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും കൂടെ മനസ്സിലാക്കണം. അതും പരിഹരിച്ചു കൊടുക്കുവാനും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഏതാണ്ട് ഒരു ഔട്ട്ലൈൻ പറഞ്ഞു കൊടുക്കാനും ഒക്കെ തന്നെ നമുക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സമീകൃത ആഹാരം, നല്ല ഉറക്കം, നല്ലവണ്ണം വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, വ്യായാമത്തിന്റെ കാര്യം പറഞ്ഞു, ഉറക്കം പറഞ്ഞു. വ്യായാമവും ഇമ്പോർട്ടൻ്റ് ആണ്. ചില പുതിയ പഠനങ്ങൾ പറയുന്നത് മുമ്പ് തന്നെ നല്ല വ്യായാമം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരിൽ ഗുരുതരമായ രോഗം വരാനുള്ള സാധ്യത കുറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ COVID-19 ഉണ്ടെങ്കിൽ പോലും ഇല്ലെങ്കിൽ പോലും നമുക്ക് COVID-19 ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നതാണ് വ്യായാമം. അപ്പോൾ വ്യായാമം കൃത്യമായി ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അറിയിക്കുകയാണ്. ഇത്രയുമാണ് കാര്യങ്ങൾ. പിന്നെ രോഗം വന്നാൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു രോഗലക്ഷണങ്ങൾ നമുക്കൊന്ന് ബേസിക് ആയിട്ടുള്ള നമുക്ക് അറിയാവുന്ന രോഗലക്ഷണങ്ങളാണ്. തൊണ്ടവേദന വരിക, പനി വരിക, ശരീരവേദന വരിക, തലവേദന വരിക, ശ്വാസം മുട്ടൽ വരിക, തുടർച്ചയായിട്ട് ചുമയ്ക്കുക, ഇങ്ങനെയൊക്കെ രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ട് ടെസ്റ്റുകൾ ചെയ്യണം. ആന്റിജൻ ടെസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നത്, RT-PCR ആയിരിക്കാം. ടെസ്റ്റുകൾ ചെയ്യുക, എത്രയും പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്യുക. ഇനി വീടുകളിൽ ചെയ്യുന്ന ടെസ്റ്റുകളും അതോടൊപ്പം തന്നെ മാസീവായിട്ട് ധാരാളം ആൾക്കാർക്ക് ഒരുമിച്ച് ചെയ്യാൻ വന്ന ടെസ്റ്റുകളൊക്കെ തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും ഇത് ഓൾറെഡി തന്നെ ഉണ്ട്. അത്തരം ടെസ്റ്റുകൾ നമ്മുടെ രാജ്യത്തും ഉടനെ തന്നെ എത്തിച്ചേരും. അപ്പോൾ ബേസിക്കലി അത്തരം ടെസ്റ്റുകൾ ചെയ്ത് ഐസൊലേറ്റ് ചെയ്യാൻ പറഞ്ഞാലും ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശത്തിനനുസൃതമായിട്ടുള്ള ഒരു ഐസൊലേഷൻ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ എന്നാണ് ഈ COVID-19 തീരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അതുകൂടെ ഞാനൊന്ന് ചുരുക്കി പറയാം. ഒരു വളരെ ചെറിയ ഫേസ്ബുക്ക് ലൈവുകളാണ്, അല്ലെങ്കിൽ ചെറിയ സന്ദേശങ്ങളാണ് കൂടുതൽ ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളത് കൃത്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കതിനെ ചുരുക്കി പറയാം. പക്ഷെ എങ്ങനെയാണ്, എപ്പോൾ തീരും? എല്ലാവരും ചോദ്യം എപ്പോൾ ഇത് COVID-19 എപ്പോൾ തീരും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്ന ചോദ്യം. എപ്പോൾ തീരും എന്നുള്ളതിരിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ഒക്കെ കയ്യിലാണ്. അതായത് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് തീരുമാനിക്കുക എപ്പോൾ തീരും. നിങ്ങൾ ഇപ്പോൾ തീരണം തീരുമാനിച്ചാൽ അപ്പോൾ തീരും.
അതെ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് ഇതിപ്പോൾ തീർക്കണം തീരുമാനിച്ചാൽ ഈ കൊല്ലം തീരും, അല്ലെങ്കിൽ ഈ മാസം തീരും, അല്ലെങ്കിൽ അടുത്ത മാസം തീരും. നമ്മൾ തീരുമാനിക്കുന്നില്ലെങ്കിൽ ഇത് നീണ്ടു പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ മഹാമാരികളെല്ലാം. അതാണ് അതിന്റെ പ്രത്യേകതയും. സ്പാനിഷ് ഫ്ലൂവിന്റെ മഹാമാരികളിൽ 1, 2, 3 തരംഗങ്ങളുണ്ടായി. നമ്മളിപ്പോൾ 2ാം തരംഗം എന്ന് പറയുമ്പോൾ 3ാം തരംഗം ഉണ്ടാകുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും 3ാം തരംഗം വരും. ഭയക്കരുത്, നെഗറ്റീവ് വാർത്തയല്ല. 3ാം തരംഗത്തിന് നമ്മൾ തയ്യാറെടുത്ത് നിന്ന് കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ ലോക്ക്ഡൌണിൽ നിന്ന് പുറത്തു ചാടി പെട്ടെന്ന് പഴയതുപോലെയുള്ള ഒരു ജീവിതത്തിലേക്ക് പോവുക എന്നുള്ളത് ആഗ്രഹിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അത് തന്നെയാണ് ആഗ്രഹം. ആർക്കാണ് അത് ഇഷ്ടമില്ലാത്തത്? മാസ്ക് ധരിക്കാതെ എല്ലാവരും സന്തോഷത്തോടെ പരസ്പരം കാണുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണല്ലോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അത് സ്വാഭാവികമായി അങ്ങനെയാണ്. മനുഷ്യന്റെ പ്രക്രിയകളെല്ലാം അങ്ങനെയാണ്. പക്ഷെ അതിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്കുണ്ടാകുന്ന അപകടം 3ാം തരംഗം ഇതിനേക്കാളും ശക്തിയായി വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിസ്ഥാന തത്വങ്ങൾ കാത്തു സൂക്ഷിക്കുക. ലോക്ക്ഡൌൺ കഴിഞ്ഞാലും ലോക്ക്ഡൌൺ നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടെയെങ്കിലും റിലാക്സേഷനോട് കൂടി ചിലപ്പോൾ നീണ്ടുപോയിരിക്കാം. അപ്പോൾ അടിസ്ഥാന തത്വങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുകയും ലോക്ക്ഡൌൺ കഴിഞ്ഞാലും നമ്മൾ സാമൂഹ്യ അകലം പാലിക്കുന്നതിലും മാസ്ക് ധരിക്കുന്നതിലും കൈകൾ ശുദ്ധീകരിക്കുന്നതിലും ഒത്തുചേരുന്നതിലും രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സംഘടനകളുടെ മീറ്റിംഗ് ആണെങ്കിലും ഒക്കെ തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള മുറിയിൽ ഒരിക്കലും ചെയ്യരുത്. ഓപ്പൺ റൂമിൽ ഇപ്പം ഒരു മീറ്റിംഗ് നടക്കുകയാണ്, ടെറസിൽ ചെയ്തോളൂ. അത് ലോക്ക്ഡൌൺ കഴിയുമ്പോൾ ഞാൻ പറയാണ്, അതും വളരെ ചുരുങ്ങിയ ആൾക്കാരിലോ വളരെ സ്പേസ് ഇട്ട് ടെറസ് മുറികളിലോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലോ അല്ലെങ്കിൽ ഒരിക്കലും ഒരു ക്ലോസ് റൂമിൽ ഉള്ള മീറ്റിങ്ങുകൾ വളരെ പ്രയാസം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വിചാരിക്കുന്നതനുസരിച്ചിരിക്കും ഇത് എപ്പോൾ തീരുമെന്നുള്ളത്. നമ്മളിപ്പോൾ വിചാരിക്കണം നമ്മളിത് എത്രയും പെട്ടെന്ന് തീർക്കാൻ ആലോചിക്കുകയാണെങ്കിൽ ആദ്യത്തെ കാര്യം വാക്സിനേഷൻ, രണ്ടാമത്തെ കാര്യം നമ്മുടെ അടിസ്ഥാനപരമായി നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടരുക എന്നുള്ളതാണ്. അത് തുടരേണ്ടി വരും. അതിന് കാരണം ഇപ്പോൾ മറ്റ് പല രാജ്യങ്ങളിലും ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നമ്മുടെ 20 ചുറ്റോട്ടാണ്, 21, 22 കണ്ടാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി 1%, 2% നിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും ചെറിയ തോതിലുള്ള റെസ്ട്രിക്ഷൻസ് ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റെസ്ട്രിക്ഷൻസ് തുടരും. അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കി നാം അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ചിലപ്പോൾ ജൂലൈയിലോ ഓഗസ്റ്റിലോ വരാനിരിക്കുന്ന 3ാം തരംഗം നീണ്ടുപോവുകയും അത് ശക്തിയില്ലാതാവുകയും ചെയ്യും. 3ാം തരംഗം ഉണ്ടാവും. നമ്മളെല്ലാം കൂടെ വിചാരിക്കുകയാണെങ്കിൽ അത് വളരെ ശക്തി കുറഞ്ഞ ഒരു രീതിയിലായി തീരാനുള്ള സാധ്യതയുണ്ട്. കോവിഡ്-19 ഭയക്കേണ്ട, നമുക്ക് കൃത്യമായ കരുതലുണ്ടാകണം. നാം മനസ്സിലാക്കേണ്ടത് 85% ആൾക്കാരിലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കടന്നു പോകുന്ന രോഗമാണ്. 15% ആൾക്കാരിലാണ് അല്പമെങ്കിലും ഗുരുതരമായ രീതിയിലേക്ക് പോകാൻ സാധ്യതയുള്ളത്. അതിനകത്ത് 5% ആൾക്കാരിലും മാത്രമാണ് വളരെ ഇന്റൻസീവ് കെയറും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ചികിത്സാ രീതികളെക്കുറിച്ചൊന്നും വിശദമായിട്ട് നാം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു രീതിയല്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചികിത്സാ രീതികൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എങ്കിലും ധാരാളം ചികിത്സകളുടെ രീതിയിൽ പറയുകയാണെങ്കിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട 4-5 കാര്യങ്ങൾ പറയാം. ഇതിനെ ലോകത്തെല്ലായിടത്തും ഇത്രയും കൊല്ലത്തിന് ഇടയ്ക്ക് അല്ലെങ്കിൽ ഇത്രയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 1.5 കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ ഒരു മരുന്ന് കണ്ടുപിടിക്കാനൊക്കെ വളരെ 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 ചെറിയ സമയമാണ്. ആ സമയത്തിനിടയ്ക്ക് പോലും ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ചില മരുന്നുകൾ നാം കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വാക്സിനേഷനാണ്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തത് ഓക്സിജനാണ്. ഓക്സിജൻ ഡെഫിനറ്റ്ലി നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു മാർഗം തന്നെയാണ്. മൂന്നാമത് സ്റ്റീറോയിഡ്സ് ആണ്. ചില മരുന്നുകൾ സ്റ്റീറോയിഡ് കണ്ടന്റ് ഉള്ള മരുന്നുകൾ, അത് ജീവൻ രക്ഷിക്കുന്ന മരുന്നുകളാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുവാനുള്ളതാണ്. മൂന്നാമതുള്ളത് ആന്റി കോയാഗുലൻസ് ആണ്. അതായത് മരുന്നുകൾ രക്തം കട്ടിപിടിക്കാതിരിക്കാനുള്ള മരുന്നുകളാണ്. അത്തരം മരുന്നുകളും നമുക്ക് ജീവൻ രക്ഷിക്കുന്ന മരുന്നുകളാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം മരുന്നുകളും നമുക്ക് ആവശ്യമാണ്. പിന്നെ അല്ലാതെയുള്ള ധാരാളം മരുന്നുകളെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും പലപ്പോഴും ചില രീതിയിലൊക്കെ നമ്മളെ സഹായിക്കും. ആന്റി വൈറൽ മരുന്നുകളൊക്കെ ചെറിയ രീതിയിലൊക്കെ സഹായിക്കും. പക്ഷെ ഒരു സംശയമില്ലാത്തത് വാക്സിൻ, ഓക്സിജൻ, സ്റ്റീറോയിഡ്സ്, ആന്റി കോയാഗുലൻസ് ആണ്. ഇതുവരെ ചിലപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ മറ്റു ചില പുതിയ മരുന്നുകൾ ആധികാരികതയുള്ളത്, അല്ലാതെ ഈ വാട്സപ്പിൽ വരുന്ന മരുന്നുകളല്ല. വാട്സപ്പുകളിൽ വരുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരുന്ന സന്ദേശം അനുസരിച്ച് 100 കണക്കിന് വൈറ്റമിനുകളൊന്നും വാങ്ങി കഴിച്ചേക്കരുത്. ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ വൈറ്റമിൻ മരുന്ന് കഴിക്കുക, ഇല്ലെങ്കിൽ വൈറ്റമിൻ ഗുളികൾ ഇങ്ങനെ അങ്ങനെ അതിൽ കാര്യമില്ല. നമ്മുടെ ആഹാരത്തിലൂടെയാണ് ഈ വൈറ്റമിനുകൾ ഉള്ളിൽ പോകേണ്ടത് എന്ന് മനസ്സിലാക്കുക. കോവിഡ്-19 പേടിക്കേണ്ട. ഞാനൊരു ഏതാണ്ട് ഒരു 20 മിനിറ്റ്സിൽ മേലിലെടുത്തു. ഇതിലും നീണ്ടു പോവുകയാണെങ്കിൽ വീണ്ടും ഇത് കാണാനോ നമുക്ക് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാധ്യത കുറയുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഇതിനെ ഈ ഒരു 20 മിനിറ്റ്സിൽ ചുരുക്കി നിർത്തുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഇത്തരം വേദികളിലൂടെ ശാസ്ത്രീയമായ കാര്യങ്ങൾ എല്ലാവരും എത്തിക്കുവാനുള്ള ശ്രമം നടത്തുന്നതിന് ഈ ഒരു കൂട്ടായ്മയ്ക്ക് എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ ആശംസകളും പറയുന്നു. കോവിഡ്-19 നമ്മൾ അതിജീവിക്കും. മാസ്ക് ഇല്ലാതെ എല്ലാവരും അടുത്ത് കണ്ട് സൗഹൃദം പുലർത്തുന്ന ഒരു കാലം അങ്ങ് വിദൂരമല്ല. അത് എന്നാണ് എന്ന് തീരുമാനിക്കേണ്ടത്. വാക്സിനേഷൻ എല്ലാവർക്കും എത്തുന്നതുവരെ നമുക്ക് ചില നിയന്ത്രണങ്ങൾ തുടരും എന്ന് വീണ്ടും അടിസ്ഥാനമായി പറയുന്നു. അത് എന്നാണ്
നമുക്ക് മാസ്ക് ഇല്ലാതെ കാണാൻ കഴിയുക എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. സോ താങ്ക് യു. ഗുഡ് നൈറ്റ്.